വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 29 മുതൽ 31 വരെ തിരുവചനങ്ങൾ. കർത്താവേ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടപ്പോൾ തന്നെ അവളുടെ രോഗം സുഖപ്പെടുകയും അവൾ കർത്താവിനെ ഏറ്റുപറയുകയും ചെയ്യുന്നത് നമുക്കറിയാം. എന്നാൽ മാംസം ധരിച്ച വചനത്തെ കൈകളിൽ എടുത്ത ശിമയോൻ എത്രയധികമായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ അനുമാനിക്കാവുന്നതേ ഉള്ളൂ. മാംസം ധരിച്ച വചനത്തെ കൈകൊണ്ട് സ്പർശിച്ച് സൂക്ഷിച്ച് വീക്ഷിച്ചിട്ടാണ് ശിമയോൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്. അവൻ പറയുന്നത്, അങ്ങയുടെ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. ഇവിടെ വലിയ ചില കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നു. സമാധാനത്തിൽ വിട്ടയക്കുക എന്നാൽ മരിച്ചു പോവുക എന്നല്ല, നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. നീതിമാന്മാരെല്ലാം രക്ഷകന്റെ വരവിനെ പ്രതീക്ഷിച്ചിരുന്നവരും സ്വന്തം ശരീരത്തിൽ ഞെരുങ്ങി ഇരുന്നവരുമാണ്. ശരീരത്തിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ അടിമത്തത്തിൽ, ശരീരത്തിൻ്റെ അടിമത്തത്തിൽ, അല്ലെങ്കിൽ പ്രവാസത്തിൽ എന്നതുപോലെ, അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്നത് പോലെ ആത്മാവ് ശരീരത്തിൽ രക്ഷകന് വേണ്ടി കാത്തിരിക്കുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ശിമയോൻ ഇത് പഴയ നിയമത്തിലെ സകല നീതിമാന്മാർക്കും വേണ്ടിയാണ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്. നീതിമാന്മാരായി നിയമപ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിച്ച് മരിച്ചുപോയവരെല്ലാം രക്ഷകന്റെ ജനനം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അതാണല്ലോ മത്തായിയുടെ സുവിശേഷത്തിൽ അവൻ ഉയർത്തപ്പോൾ അവൻ്റെ ഉയർപ്പോടുകൂടി പ്രേതാലയങ്ങൾ തുറക്കപ്പെടുന്നു, അവൻ്റെ മരണത്തോടുകൂടി പ്രേതാലയങ്ങൾ തുറക്കപ്പെടുന്നു, മരിച്ചുപോയ അനേകർ ഉയർത്തു, അവർ ജെറൂസലേമിൽ പലർക്കും പ്രത്യക്ഷപ്പെട്ടു എന്നെല്ലാം പറയുന്നത്. അപ്പോൾ രക്ഷകൻ വന്നിരിക്കുന്നു. അനാദി മുതലുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമായ രക്ഷകനെ പഴയ നിയമത്തിൻ്റെ പ്രതിനിധിയായ ശിമയോൻ കണ്ടു, കൈകൊണ്ട് സ്പർശിച്ചു. ഇനി സമാധാനത്തിൽ വിട്ടയക്കുക, മരണത്തിൻ്റെ പിടിയിലേക്കല്ല, നിത്യതയിലേക്ക്, നിത്യജീവിതത്തിലേക്ക് കടന്നു പോകട്ടെ എന്നുള്ളതാണ്. ഈശോയിൽ ഒത്തിരി സ്നേഹമുള്ള സഹോദരങ്ങളെ, രക്ഷകനെ കരങ്ങളിൽ എടുക്കുന്നവർക്ക്, ദൈവാലയത്തിൽ രക്ഷകനെ കണ്ടുമുട്ടുകയും അവനെ സൂക്ഷിച്ചു വീക്ഷിക്കുകയും അവനെ അനുഭവിക്കുകയും ചെയ്യുന്നവരെല്ലാം മരണത്തിൻ്റെ പിടിയിൽ നിന്നും മോചിതരാവുകയും നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഹാവ് എ ബ്ലെസ്സഡ് ഡേ ടു ഓൾ ഓഫ് യു.